അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ട്വീറ്റ് ചെയ്തു, ഈ 11% ഫാം സെക്ടറിൽ അമേരിക്കൻ കോട്ടന് ടാക്സ് കുറച്ചിട്ടുണ്ട് എങ്കിൽ കുറച്ച് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സമ്മതിച്ചു. പിന്നെ ഇന്ത്യൻ കോട്ടൺ കർഷകർ എന്ത് കുന്തത്തിന് പോകും? കാരണം അമേരിക്കൻ കോട്ടൺ ഇന്ത്യൻ കോട്ടൺ ആനയാടിൻ്റെ വ്യത്യാസമുണ്ട്. അത് വെച്ചായിരിക്കും പിന്നെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഈ പറയുന്ന എക്സ്പോർട്ട് ചെയ്യുന്നതിന് അത് വെച്ചേ ഉണ്ടാക്കുന്നത്. കാരണം വളരെ സോഫ്റ്റ് അത്. ഇന്ത്യൻ കോട്ടൺ അത്രയും ക്വാളിറ്റി ഇല്ല, അതിന് വേസ്റ്റ് കുറവാണ്. ഈ സാധനം മുഴുവനും ഇന്ത്യൻ കർഷകൻ പെടാൻ പോവുകയാണ് ഈ ഇത് വന്നു കഴിഞ്ഞാൽ. ഉറപ്പായിട്ടും പെടും. ഒന്നാമത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ള കോട്ടൺ കർഷകരാണ്. ഇപ്പം ഗുജറാത്തിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ആന്ധ്രയിലും. അപ്പോൾ ഈ പറയുന്ന സംഭവം ആദ്യം കോട്ടൺ സെക്ടറിൽ ആരോടും പറയാതെ അതിൻ്റെ 11% കുറച്ചു. പിന്നീട് ഈ കൊടുത്ത ലിസ്റ്റിനകത്ത് ഈ അമേരിക്കൻ ബീഫുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ബീഫ് എന്ന് പറയുന്ന ഈ അമേരിക്കൻ ബീഫ് എന്ന് പറയുന്നത് ബഫല്ലോ അല്ല. നമ്മളീ പറയുന്ന കൗവ ഗോമാതാവിൻ്റെ അപ്പനാണ്. മനസ്സിലായി? ഇതാണ് തമാശയെന്ന് പറയുന്നത്. അതിന് പെർമിഷൻ കൊടുത്തു എന്നറിയാം. അതേപോലെ പോർക്ക്, അതേപോലെ തന്നെ അവിടുത്തെ അമേരിക്കൻ വൈൻ എന്ന് പറയുന്നത് ഫാം പ്രോഡക്റ്റാണ്. കാരണം ഈ പറയുന്ന മുന്തിരി എന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഫാം പ്രോഡക്റ്റ്സ് ഇല്ല, അതിന് പെർമിഷൻ കൊടുത്തു. അതേപോലെ തന്നെ അമേരിക്കൻ ഡയറി പ്രോഡക്റ്റ്, ഈ അമേരിക്കൻ ഡയറി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ അർബൻ സിറ്റികളിൽ ചിലവാകും.